മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവവുമായി പൊന്നാനി നഗരസഭയുടെ തീരോദയം പദ്ധതി. മജസ്റ്റിക് ജുവല്ലേഴ്സ് സൗജന്യമായി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാൻ അവസരമുതകുന്നതിനാവശ്യമായ ബോധവൽക്കരണവും ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിനും തുടക്കമാകുന്നതായിരുന്നു പൊന്നാനി നഗരസഭയുടെ തീരോദയം പദ്ധതി. +2 കഴിഞ്ഞ 100-ൽ പരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും വിവിധ കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിലൂടെയും തീരോദയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി മാറി. RV ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുകയും അതുവഴി ജോലി സാധ്യത ലഭ്യമാക്കുകയും ചെയ്യുക എന്ന നഗരസഭയുടെ ലക്ഷ്യമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെയും കോളേജുകളുടെയും ക്യാമ്പസുകളിൽ ലഭ്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഗ്രാന്റുകളും പ്രയോജനപ്പെടുത്തി എങ്ങനെ റെഗുലർ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നതിനോടൊപ്പം ഫിൻടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ കൂടുതലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടുത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് അവബോധമുണ്ടാക്കാൻ കഴിയുന്നതായിരുന്നു പരിപാടി. വിവിധ കോഴ്സുകളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഫിഷറീസ് ഉദ്യോഗസ്ഥരും അധ്യാപകരും മറുപടി നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷനിൽകുമാർ, പ്രൊഫസർ ഹാഷിം, മോട്ടിവേഷണൽ സ്പീക്കർ ജാബിർ സാദിഖ്, അജീഷ്, ഫിഷറീസ് ഓഫീസർമാരായ അജ്മൽ, ആദർശ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഹസീന നന്ദി പറഞ്ഞു. എന്തുകൊണ്ട് നമ്മുടെ പൊന്നാനി തീരദേശ മേഖലയിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചാൽ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിൽ ഈ ഭരണസമിതിക്ക് അതൊരു കയ്യൊപ്പായി മാറുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി. ഇപ്പൊ ഇന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടല്ലേ, ഡാറ്റാ സയൻസിന് 90,000 രൂപ കൊടുത്ത് ഒരു കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ എൻ്റെ മകനെ ഞാൻ ചേർത്തു. ഇനി ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ, കാരണം മുഴുവൻ പണവും ഞാൻ അടച്ചു. 90,000 രൂപ കൊടുത്ത് മത്സ്യത്തൊഴിലാളിയുടെ ഒരു മകനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർത്തു. എന്നാൽ പൂർണ്ണമായും അത്തരം കോഴ്സുകൾക്ക് നമ്മുടെ സർക്കാർ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ കാര്യം പല ആളുകൾക്കും അറിയില്ല. ഇപ്പൊ കടപ്പുറത്ത് നിന്ന് തീരോദയം എന്ന പേരിൽ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ 1, 2, 3, 4 പേരെ മാത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, +2 കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായി അതിനുശേഷം ജോലി കിട്ടിയ വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രമേ നമുക്ക് പറയുള്ളൂ. നമുക്ക് എല്ലാവരും അറിയാം സുൽഫത്തിനെ പോലുള്ള നമ്മുടെ സഹോദരിമാരെ. എന്നാൽ ഈ നഗരസഭയുടെ ലക്ഷ്യം, ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ തീരദേശ മേഖലയിൽ നിന്ന് 1000-കണക്കിന് ഡോക്ടർമാരെ, 10,000-കണക്കിന് സർക്കാർ ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അതിന് ഒരു തുടക്കമാണ് ഈ CV സുധയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി തീരോദയം എന്ന പേരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മോളെ ഉപ്പ പോവാം. ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ ഗീത. ജ്വല്ലറി പോകുമ്പോ എന്നോട് പറയണേക്കാ. എന്റെ പരിചയത്തിൽ നല്ലൊരു ജ്വല്ലറി ഉണ്ട്, പണിക്കൂലിയൊക്കെ ഭയങ്കര കുറവാ. അതൊക്കെ പറയാം. എന്നാ ശരി, വൈകി. അല്ലേക്ക, നമ്മള് സ്വർണം വാങ്ങാൻ തന്നെയല്ലേ പോണത്, പിന്നെന്തിനാ ഞങ്ങള് ഗീതയോട് അങ്ങനെ പറഞ്ഞ? ഓലൊക്കെ ഏജന്റുമാരാന്ന്. നമ്മളെ സ്വർണത്തിന്റെ വിലന്റെ കൂടെ ഓളുടെ കമ്മീഷൻ കൂടി ചേർക്കും. അല്ല നോർക്ക, അതിപ്പോ എല്ലാ ജ്വല്ലറിക്കാരും അങ്ങനെ തന്നെയല്ലേ? ഏയ് അങ്ങനല്ലേ ഷാജി. നമ്മളിപ്പോ പോണത് 10-50 കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് സ്വർണം എടുക്കണ നമ്മളെ സ്വന്തം ജ്വല്ലറിലേക്കാ. സ്വർണത്തിനൊക്കെ ഇപ്പൊ വലിയ വലിയ പണിക്കൂലിയല്ലേക്കാ. ഞാൻ തന്നെ മോക്കൊരു കമ്മലെടുക്കാൻ നോക്കിട്ട് നടക്കുന്നു. എന്റെ ഷാജിയേട്ടാ, നമ്മള് പോകുന്ന സ്ഥലം വെറും ജ്വല്ലറി അല്ല, അവർ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അത് തന്നെ. അപ്പൊ നമുക്ക് വേണ്ടി സ്വർണം ഓലുണ്ടാക്കുന്ന വിലക്ക് അതുള്ളാലോ. അതേതപ്പോ ആ ജ്വല്ലറി? ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ല ആയില്ലേ? മജീദേ, എന്നാ പിന്നെ ഷാജിയേട്ടാ, നിക്കാന്റെ സന്തോഷത്തിലും മൂക്കൊരു ചെറിയ കമ്മൽ. Celebrating 50 years.
മജസ്റ്റിക് ജുവല്ലേഴ്സ്.